കേറിവാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും. ഹരികൃഷ്ണന്, അതായത് ജയസൂര്യ എയർപോർട്ട് ടാക്സി അസോസിയേഷന്റെ വകയായി നൽകുന്ന സമ്മാനം എന്താണ്? എ മൊബൈൽ ഫോൺ, ബി വാച്ച്, സി ഷൂസ്. എ മൊബൈൽ ഫോൺ, ബി വാച്ച്, സി ഷൂസ്. അല്ല, വാച്ചാണോന്ന് ചോദിച്ചാൽ മൊബൈൽ തന്നെയാണ്. മൊബൈൽ അതാണ് ഇതിന്റെ പ്രധാനം. കാരണം ഞാൻ അതിനകത്ത് മൊബൈലുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഞാൻ വരുന്നത്. എ മൊബൈൽ ഫോൺ ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം. ചേട്ടൻ്റെ ഒരു 4 വരി, അയ്യോ എന്തെങ്കിലും ഒരു 4 വരി. ഇപ്പൊ എവിടെയെങ്കിലും അമേരിക്കയിലോ സ്റ്റേജിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ വിടുവോ? കാരണം ഒരു 4 വരി പാടിച്ചിട്ടേ വിടത്തുള്ളൂ. അപ്പൊ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ സോങ് ഉണ്ട്, അതെനിക്ക് അറിയുകയും ചെയ്യാം. മാനത്തിൽ കായൽ, അത്രേ ഉള്ളൂ. പാടാൻ ഇതൊരു പറച്ചിലായിട്ട് കണക്കാക്കിയ മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. ഇത് ഇങ്ങനെ പഠിച്ചു വച്ചിരിക്കുക. അല്ല, അത് കുറച്ച് പ്രയാസമാണ് ഈ പാട്ട്. അതെ, എന്തായാലും എ മൊബൈൽ ഫോൺ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000 rupees. ഇപ്പം 4000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇതായാലും അതായിരുന്നാലും ഏത് എന്നാവും. ഇതും അതും കൂടെ ചേരുമ്പോ കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. എനിക്കൊരു പ്രശ്നമല്ല. ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. അല്ല, അപ്പൊ ഈ മണവാളൻ ആൻസൻസ് എന്നുള്ള ബോർഡ് എന്താ? ചോദ്യം. ഈ രംഗത്തിൽ ഹരികൃഷ്ണന്റെ, അതായത് ജയസൂര്യ, ചോദ്യത്തിന് മണവാളൻ, അതായത് സലീം കുമാർ നൽകുന്ന മറുപടി എന്താണ്? ഇതിനകത്ത് എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. എ ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു കിടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതൊന്ന്. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറയുന്നു എനിക്ക് ദുബായിൽ ഒട്ടകത്തെ കറക്കുന്ന ജോലിയാണെന്ന്. സി ഈ ബ്ലഡി മലയാളീസ് പറയുന്നു എനിക്ക് ദുബായിൽ അറബികളെ കുളിപ്പിക്കുന്ന ജോലിയാണെന്ന്. ഏതാണ് ശരി ഉത്തരം? 20 seconds. 20 സെക്കൻഡ് ഒന്നും വേണ്ട കാര്യമില്ല. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു സലീംകുമാറിൻ്റെ പ്രകടനത്തിൽ ഇതുവരെ വന്ന പ്രകടനങ്ങളിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചൊരു സിനിമയാണ്. അതുകൊണ്ട് അതിൽ എ തന്നെയാണ്. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു കേൾക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതെ, കൂലിപ്പണി. അത് അതെ, കൂലിപ്പണി. എ അതെ, എ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അവിടെ ഇരിക്കട്ടെ. ചേട്ടൻ നായകനായിട്ട് ഏതെങ്കിലും പടത്തിൽ വന്നിട്ടുണ്ടോ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ. രൂപാന്തരം ഞാനാണ്. അതിൽ നായികയായിട്ടില്ല. നായികയില്ല. ആ ഒരു വിഷമം ഉണ്ടായി. കഷ്ടമായി. ഈ 42 വർഷം അഭിനയിച്ചിട്ട് എന്തിനാ നായികമാര്? അല്ല, ഒരു നായികയെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ? ഒരു 42 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി 42 വർഷം നായികയില്ലാതെ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ നടന്നു എന്ന് പറയുമ്പോഴേ എനിക്ക് വിഷമമാണ്. ഞാൻ കെട്ടിപ്പിടിച്ചാൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? പണ്ടൊരു സിനിമയിലുണ്ട്, അതായത് കാബറേ നർത്തികൾ എന്ന് പറഞ്ഞിട്ട് പടം ഇറങ്ങിയത്. ഇറങ്ങി. അതായത് ഈ കാബറേ നർത്തകികളുടെ ജീവിതകഥ. പലരും നമ്മൾ കാണുന്ന നർത്തകിമാരല്ല, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിക്കുന്ന അങ്ങനെ ഒരു 4-5 നർത്തകിമാരുടെ കഥ എടുത്തൊരു സിനിമ ഉണ്ടാക്കിയത്.
അതിലൊരു നർത്തകിയുടെ ഹസ്ബൻഡായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഉണ്ണി മേരി എന്ന് ഉണ്ണി മേരി, പറയും. നമ്മളെല്ലാവരും ആരാധനയോടെ പിന്നെ കണ്ടിരുന്ന ആ നടിയുടെ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണിമേരിയുടെ ഹസ്ബൻഡായിട്ടാണ് ഞാൻ. ഹസ്ബൻഡായിട്ട്. അപ്പോൾ അതിലിതുപോലെ ഉള്ള സീനുകൾ ഉണ്ട്. ഉണ്ടായിരുന്നു. അപ്പൊ സന്തോഷമായി. പക്ഷേ അത് മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് അത് അതിൻ്റേതായിട്ടുള്ള ആസ്വാദന രീതിയിലുള്ള കെട്ടിപ്പിടുത്തൊന്നും, കാരണം ഇയാളൊരു തളർവാദ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളായിട്ടാണ് ഇവർ രാത്രിയിൽ അവിടെ നമ്മളായിട്ട് കുഴപ്പിച്ചിട്ട് തളർവാദ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളാണ്. ഇവർ രാത്രിയിൽ ഡാൻസൊക്കെ കഴിഞ്ഞ് വെളുപ്പംകാലത്ത് വരുമ്പോൾ ആ കുഞ്ഞിനെ മാറിലോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന ഒരു ഹസ്ബൻഡിനെയാണ് കാണുന്നത്. അതിൽ അവർ കരയുന്നതും എടുക്കുന്നതും നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്റെ സ്വഭാവം അവർക്ക് അറിയാന്ന് തോന്നുന്നു. അതായിരിക്കും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ തരുന്നത്. ഈ പറഞ്ഞതുപോലെ സിൽക്ക് സ്മിതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അനുരാധ, സിൽക്ക് സ്മിത, ഉണ്ണിമേരി, അങ്ങനെ എത്ര ഫ്ലുവന്റ് ആയിട്ടാണ് പേര് പറയുന്നത്. അത് മാത്രം. എൻ്റെ വൈഫിന്റെ പേര് എനിക്കറിഞ്ഞൂടാ. പെട്ടെന്ന് വൈഫിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ ഏതെന്ന് ചോദിക്കും. വൈഫിന്റെ പേര് ഏത് വൈഫ് അങ്ങനെയൊക്കെ ചോദിക്കും. അല്ല, ഇന്ന് ഇത് കഴിഞ്ഞ് ചേട്ടൻ എൻ്റെ കൂടാണോ വരുന്നത്? അങ്ങനെയൊക്കെ ആയി പോകും. അതുകൊണ്ട് ആ ഷൂട്ടിങ്ങിൽ വരെ എനിക്ക് ഇവരോട് ഉള്ളൊരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ആസ്വദിച്ച് ആ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം മാത്രമല്ല 10, 40, 50 പേരുടെ മുമ്പ് വെച്ചാണ് ഈ സീനൊക്കെ എടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം മൂന്നാമത്തെ ചോദ്യം ഉത്തരം നൽകിയത് എ. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഹാവ് won 2000 rupees. ഇപ്പം ആകെ 6000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്.